കൊടുത്ത ഫോട്ടോ അവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫ്രെയിമൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പോയി അത് കളക്ട് ചെയ്യണം പാമ്പാടി. നമ്മൾ ഫ്രെയിം ചെയ്യാൻ കൊടുത്ത ഫോട്ടോ ഒക്കെ തിരിച്ച് കിട്ടി കേട്ടോ. ഇനി അത് വീട്ടിൽ കൊണ്ടുപോയി തൂക്കണം. നല്ല മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്തൊന്ന് അരുവിക്കുഴിയിലൊന്ന് പോയി നോക്കാം വെള്ളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ. നമ്മളവിടുത്തെ ടിക്കറ്റ് എടുത്തു. 23 രൂപ അങ്ങനെ ടിക്കറ്റിന് ചാർജ് ഉണ്ട്. ഇപ്പം എൻട്രി ഫീ ഉണ്ട്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ താഴോട്ട് സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങി കേട്ടോ. ഈ അരുവിക്കുഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ മാത്രമേ ഇവിടെ ഇത്രയും വെള്ളമുള്ളൂ കേട്ടോ. ഇതൊരു സീസണൽ വാട്ടർഫോളാണ്. പണ്ട് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് ഗവൺമെൻറ് ടൂറിസമായിട്ട് എടുത്ത് നല്ലൊരു ഡെവലപ്മെൻറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ഹട്ട് പോലെയും കുറേ നടക്കാനുള്ള നടപ്പാലങ്ങളും പ്രോപ്പർട്ടിയിൽ അത്യാവശ്യം നല്ല മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നല്ലപോലെ വരാൻ തുടങ്ങി കേട്ടോ. അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് മഴ തുള്ളി തുടങ്ങി. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരു 3-4 പയ്യന്മാരുണ്ടായിരുന്നു. അപ്പം അതിൽ ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു അവിടെ ഇറങ്ങുന്നതിന് പ്രശ്നമുണ്ടോ, ആഴമുണ്ടോ എന്നൊക്കെ. ഇത് കാണുമ്പോൾ നല്ല ആഴമുണ്ടെന്ന് തോന്നും കേട്ടോ. പക്ഷേ ആകെ മുട്ടിൻ്റെ അത്രയും വരെ വെള്ളമുള്ളൂ. ഇവിടെ ഈ താഴെ ഇറങ്ങി വരുന്നിടത്തൊരു കഫേ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് തോന്നി കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിനെ ക്രോസ് ചെയ്തൊരു വുഡൻ ബ്രിഡ്ജ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ലതായിരുന്നു. മഴയാണെങ്കിലും ഇവിടെ ഒരു മരമുണ്ട് കേട്ടോ. അതിൻ്റെ ചോട്ടിയിരുന്ന് കഴിഞ്ഞാൽ വലുതായിട്ട് നനയത്തില്ല. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് പതുക്കെ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചോട്ടിരുന്നു. ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വ്ളോഗുമായി ഇനിയും കാണാം.